ഇൻകം ടാക്സ് CMA ഇൻകം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ചാർജിങ് ഇൻകം, അസസ്മെന്റ് ഇയർ, അസസി, പേഴ്സൺ ഇൻകം, ഹെഡ്സ് ഓഫ് ഇൻകം ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. എന്താണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിം പേഴ്സൺ തന്നെയാണ് ഡയറക്റ്റ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. സെയിം പേഴ്സൺ. ഇപ്പം എനിക്ക് സാലറി കിട്ടുകയാണെങ്കിൽ സാലറി, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടിയാൽ അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ, അപ്പോൾ അതൊക്കെ ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. ഡയറക്റ്റ് ടാക്സ് ഒരു പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ടാക്സ്, അതിൽ GSTയും കസ്റ്റംസും ഒക്കെ വരും. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് വാങ്ങുമ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് പോകുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. ജസ്റ്റ് റിഗ്രസീവ് ഇൻ നേച്ചർ ആണ്, റിഗ്രസീവ് ആണ്. ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ്, ഇൻഡയറക്റ്റ് ടാക്സ് റിഗ്രസീവ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി ഓഫ് ടാക്സസ് ആർട്ടിക്കിൾ 255 ടാക്സസിന് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി വരുന്നത്. അതോറിറ്റി ഓഫ് ലോ, അതായത് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾ 265 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ഔട്ട് ദാറ്റ് നോ ടാക്സ് shall be levied or collected except by the authority of law. Except by the authority of law എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഓഫ് ലോയ്ക്ക് മാത്രമാണ് ടാക്സ് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനും, ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള എല്ലാ അധികാരവും ഉള്ളൂ. ഓക്കെ, ആർട്ടിക്കിൾ 246 റീഡ് വിത്ത് ഷെഡ്യൂൾ 7 പറഞ്ഞ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് ആ ലിസ്റ്റിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റും. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ടുപേരും കൂടെയാണ് കൺകറന്റ് ലിസ്റ്റിലെ കാര്യങ്ങളൊക്കെ നോക്കുക. അടുത്തത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് എല്ലാത്തിൻ്റെ ഹെഡ്. അവർക്ക് തൊട്ട് താഴെയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ വരുന്നത്. അതിന്റെ കീഴിലാണ് ഇൻകം ടാക്സിനും GSTക്കും, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സിനും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് GSTക്കും വേണ്ടി വന്നിരിക്കുന്നത്. ഇനി വരുമ്പോൾ നമുക്ക് ബേസിക് പ്രിൻസിപ്പിൾ നോക്കാം. അപ്പോൾ പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെന്റ് ഇയർ എന്താണ്? ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മൾ നോക്കാം 2020-21 ആണ് പ്രീവിയസ് ഇയർ എന്ന് ഇരിക്കട്ടെ. അന്നപ്പോൾ ഇതിൻ്റെ അസസ്മെന്റ് ഇയർ ഏതാണ്? 2021-2022 ഇതാണ് പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ. അങ്ങനെയാണെങ്കിൽ പക്ഷെ അതുകൂടാതെ ഈ ലോട്ടറി ഇൻകത്തിന് എത്രയാണ് ടാക്സ് വരിക? 30% സെക്ഷൻ 115BB ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 20% ആണ്. ഷോർട്ട് ടേം ആണെങ്കിലോ 15% ടാക്സ് റേറ്റ്. ഇനി അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 months ആണ്. അപ്പം 1st April to 31st March ആണ് ആ അസസ്മെന്റ് ഇയർ ആയിട്ട് വരുന്നത്. 12 മാസത്തെ ഡ്യൂറേഷൻ ആണ് വരുന്നത്. ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത ന്യൂലി സെറ്റപ്പ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, പുതിയതായിട്ട് വന്നത്. അപ്പോൾ ന്യൂ സോഴ്സ് ഓഫ് ഇൻകം, അല്ലെങ്കിൽ ഒരു പുതിയ സെറ്റപ്പോ അല്ലെങ്കിൽ നമുക്കൊരു പുതിയ സോഴ്സ് ഓഫ് ഇൻകം. ഇത്രയും നാൾ ഞാനിപ്പോൾ ചപ്പാത്തി മേക്കിംഗ് ബിസിനസ് ആണ് ചെയ്തെങ്കിൽ ഇപ്പം ഞാൻ സോഫ്റ്റ്വെയറിലേക്ക് പോകാൻ, അപ്പോൾ എനിക്ക് ന്യൂ സോഴ്സ് ഓഫ് ഇൻകം ആയി. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണെന്ന് നോക്കാം. ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഞാൻ ന്യൂലി ആയിട്ട് സെറ്റപ്പ് ചെയ്യും. ഐസ്ക്രീം ഷോപ്പ് തുടങ്ങി ന്യൂലി സെറ്റപ്പ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് ആൻഡ് എൻഡിങ് എന്നാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് and ending on 31st March of that financial year. Okay, ന്യൂലി കമ്മിങ്, ഇപ്പോൾ ഒരു പുതിയ ഒരു സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് വരികയാണ്. അപ്പോൾ അത് പുതിയതായിട്ട് എക്സിസ്റ്റൻസ് വരുന്നത് എന്നാണ് പുതിയ ഇൻകം എനിക്ക് എക്സിസ്റ്റൻ്റ് ആയത് വന്നത് അത് മുതൽ 31st March വരെ. The above explanation signifies that first previous year may be period of less than, അപ്പോൾ ഈ മുകളിൽ പറയുന്നത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ലെസ് ദാൻ 12 months ആവാം, പക്ഷെ ഒരിക്കലും മോർ ദാൻ 12 months ആവാൻ പറ്റില്ല. റെഗുലർ ഇൻകം ഫ്രം വേരിയസ് സോഴ്സസ് ആൻഡ് ഹി ഏൺസ് ഇൻകം ഫ്രം എ ന്യൂ സോഴ്സ് വരുന്ന സമയത്താണ്. ഇപ്പോൾ പുതിയതായിട്ട് ന്യൂ ഇൻകം വരുമോ ഒക്കെ വരുമ്പോഴാണ് ആ ഇൻകം എപ്പോൾ വരുന്നു അത് തൊട്ട് 31st March വരെ. എക്സംഷൻ ടു ജനറൽ റൂൾ ഉണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന ഐറ്റംസ് ആ ഇയറിൽ തന്നെ അസസ് ചെയ്തു പോകും. അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ തന്നെ ഇല്ല. എന്നാണ് അത് സംഭവിക്കുന്നത്? ആ വർഷം തന്നെ അസസ്മെന്റ് ഇയർ ആയിട്ട് കാണും. അതെങ്ങനെ? ഒരു നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹു ഈസ് ലീവിങ് ഇന്ത്യ പെർമനന്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് പോവാണ്. ബോഡീസ് നമ്മൾ ഷോർട്ട് ഡ്യൂറേഷന് വേണ്ടി ഫോം ചെയ്തത്, എക്സാമ്പിൾ ഫെസ്റ്റിവൽസിനൊക്കെ വേണ്ടി ദീപാവലി പോലെ ഓണം ഫെസ്റ്റിവൽസിന് വേണ്ടി ഷോർട്ട് ഡ്യൂറേഷന് ഫോം ചെയ്ത് അത് അവസാനിക്കുമ്പം, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പം, ഡിസ്കണ്ടിന്യൂസ് ഓഫ് ബിസിനസ്
ബിസിനസ് അവസാനിപ്പിക്കുക. ഈ ഘട്ടം നിങ്ങൾ എന്നാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ആ വർഷം തന്നെ അസസ് ചെയ്ത് വിടും. അസസി എന്ന് പറഞ്ഞ ആരാണ്? എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി പേയബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ അസസ്മെന്റ് സംബന്ധമായി എന്തെങ്കിലും പ്രൊസീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ലോസ് മേക്കിംഗ് ആണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യും. എന്തുകൊണ്ട്? അവരുടെ ലോസ് അടുത്ത വർഷം വരുന്ന പ്രോഫിറ്റുമായി സെറ്റ് ഓഫ് ചെയ്ത് ക്യാരി ഫോർവേഡ് കൊണ്ടുപോകാൻ വേണ്ടി. എ പേഴ്സൺ ഹു ഈസ് അസസബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓർ ലോസ് ഓഫ് അനദർ പേഴ്സൺ ഉണ്ട്. പിന്നെ ഡീംഡ് അസസീസ് നമ്മൾ പറയും. ഇനി അസസീൻ ഡിഫാൾട്ട് എന്ന് പറഞ്ഞാൽ TDS പിടിക്കേണ്ട ആയിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ട്. പക്ഷെ TDS പിടിച്ചില്ലെങ്കിൽ ആ TDS പിടിക്കാത്ത ആളെ അസസീൻ ഡിഫാൾട്ട് എന്ന് വിളിക്കും. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? ഇൻഡിവിജ്വൽസ്, HUF, കമ്പനി, ഫേം, AOP, BOP, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇവരൊക്കെ പേഴ്സൺസ് ആണ്. ദ ക്രൗൺ കനോട്ട് ബി ചാർജ് വിത്ത് ടാക്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഗവൺമെന്റിനെ വീണ്ടും അതായത് ഈ ടാക്സ് അതോറിറ്റിനെ തന്നെ വീണ്ടും ടാക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ക്രൗൺ കനോട്ട് ബി ടാക്സ്ഡ്. വേറെ ഫേം എന്ന് പറഞ്ഞ LLPയും കൂടെ ഉൾപ്പെടും ഇൻകം ടാക്സിൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻക്ലൂഡ്സ് എ മൈനർ ഓർ എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. മൈനറോ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്താണ് ഹ്യൂമൻ ഇൻഡിവിജ്വൽസിൽ തന്നെ ഉൾപ്പെടുത്തും. മൈനർ ആണെങ്കിൽ അൺസൗണ്ട് മൈൻഡിനെ നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ട്രസ്റ്റി ഓഫ് എ ഡിസ്ക്രിഷണറി ട്രസ്റ്റ് മീൻസ് അസസ്ഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ. ഇപ്പോൾ ബിഷപ്പ് ഒരു ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി, അപ്പോൾ അവരുടെയൊക്കെ പാൻ നമ്പർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ട്രസ്റ്റി ഓഫ് എ ഡിസ്ക്രിഷണറി ട്രസ്റ്റിനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ അസസ് ചെയ്യുക. HUF ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ വൈഫ്സും അൺമാരീഡ് ഡോട്ടേഴ്സും മെമ്പേഴ്സും തന്നെയാണ്. ഈ ജെയിൻ, സിഖ്, ബുദ്ധമതം ഉള്ളവരെ HUF ഫാമിലീസിനെ HUF ആയിട്ട് തന്നെയാണ് ഇൻകം ടാക്സ് ആക്ട് കാണുന്നത്. വൺസ് എ ഫാമിലി ഈസ് അസോസിയേറ്റഡ് വിത്ത് HUF, അത് പാർട്ടീഷൻ ആവുന്നവരെ ആ ഫാമിലി അങ്ങനെ തന്നെ പോവും. കമ്പനി എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2(17) ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇന്ത്യൻ കമ്പനി ഉണ്ട്, ബോഡി കോർപ്പറേറ്റ്, ഫോറിൻ ലോയ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തുണ്ട്, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനും അസോസിയേഷൻ പേഴ്സണും ബോഡിയും ചേർന്നതുണ്ട്. അതുപോലെ ഇന്ത്യൻ ഓർ നോൺ ഇന്ത്യൻ കമ്പനീസ് വരും. ഇന്ത്യൻ കമ്പനിയിൽ എന്തൊക്കെ വരും? ഇൻക്ലൂഡ്സ് എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റർ ആൻഡ് എനി ലോ, ഏത് ലോയിലും വരുന്നതാവാം. അതുകൂടാതെ ഫോം ആൻഡ് രജിസ്റ്ററിന്റെ എനി ലോ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഉള്ളതും. എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റർ ആൻഡ് എനി ലോ യൂണിയൻ ടെറിട്ടറീസ്, ഏതൊക്കെ യൂണിയൻ? ദാദർ ആൻഡ് ടു നാഗർ ഹവാലി, ഗോവ, ഡാമൻ ആൻഡ് ടു പോണ്ടിച്ചേരി, ഈ യൂണിയൻ ടെറിട്ടറീസിൽ ഫോം ചെയ്ത കമ്പനിയാവാം. ഏതെങ്കിലും പഴയ കമ്പനീസ് ആയിട്ടല്ലോ, സെൻട്രൽ സ്റ്റേറ്റ് പ്രൊവിഷനിലോ, അല്ലെങ്കിൽ ഇതിനെ CBDT കമ്പനിയായിട്ട് ഡിക്ലെയർ ചെയ്തതാവാം. ഡൊമസ്റ്റിക് കമ്പനി സെക്ഷൻ 2(22)ലാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൊമസ്റ്റിക് കമ്പനി മീൻസ് an Indian company or any other company which in respect of is liable to tax under the act. അതാണ് ഡൊമസ്റ്റിക് കമ്പനി. ഫോറിൻ company means a company which is not a domestic company. Company in which public are substantially interested ആണെങ്കിലും നമുക്ക് എന്താണ് കമ്പനി പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്? ഗവൺമെന്റ് കമ്പനിക്ക് പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ സെക്ഷൻ 8 കമ്പനി, മ്യൂച്വൽ ബെനിഫിറ്റ് ഫിനാൻസ് കമ്പനി, ലിസ്റ്റഡ് കമ്പനി, കമ്പനി ഇൻ വിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കമ്പനി മറ്റ് കമ്പനി CBDT പ്രിസ്ക്രൈബ് ചെയ്തത്. ഫേം എന്ന് പറയുന്ന വേർഡ് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932ലാണ് ഫേം ഡിഫൈൻ ചെയ്യുന്നത്. ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ persons who are agreed to share profit of the business carried on by all or any of them acting for all. Person who enter into such business are individually known as partners. അപ്പോൾ സെപ്പറേറ്റ് ബിസിനസ്സിനെയും പാർട്ട്നേഴ്സിനെയും രണ്ടായിട്ടാണ് ഇൻകം ടാക്സ് ആക്ടിൽ കാണുന്നത്. Partnership firm is a separate taxable entity apart from its partners. In income tax, LLP shall be treated at par with firm. അസോസിയേഷൻ പേഴ്സൺ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസും ഉണ്ട്. അസോസിയേഷൻ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസും HUF, കമ്പനി, ഫേം അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഒരുമിച്ച് വന്ന് ഒരു ഉറപ്പായിട്ടൊരു ഇൻകം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഒരു കോമൺ പർപ്പസിന് വരുന്നതാണ്. പക്ഷെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻകം ഉണ്ടാക്കണമെന്ന് തന്നെ വിചാരിച്ചത്, ഇൻകം ഉണ്ടാക്കാനോ അല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇൻഡിവിജ്വൽസ് ഒത്തുകൂടുന്നതാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയും. ഡിഫറൻസ് ബിറ്റ്വീൻ AOP ആൻഡ് BOA. BOAയിൽ ഇൻഡിവിജ്വൽസ് മാത്രമാണ്. AOPയിൽ കമ്പനി, ഫേം, ഇൻഡിവിജ്വൽസ് ആര് വേണമെങ്കിലും വരാം. ഒരു കോമൺ ആയിട്ട് ഒരു ഇൻറ്റൻഷൻ AOPയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം, BOP എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്.
ലോക്കൽ അതോറിറ്റിയിൽ മുനിസിപ്പൽ കമ്മിറ്റി, ഡിസ്ട്രിക്ട് ബോർഡും പഞ്ചായത്ത് അതോറിറ്റീസ് ലീഗലി എൻറ്റൈറ്റിൽഡ് എല്ലാം വരും. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പേഴ്സൺ അല്ല, ഹാ സെപ്പറേറ്റ് എൻറ്റിറ്റി, മേ നോട്ട് ഡയറക്ട്ലി സ്യൂഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ബട്ട് ക്യാൻ ബി സ്യൂഡ് ടു പേഴ്സൺസുമായിട്ട് സ്യൂ ചെയ്യാൻ പറ്റും. അതായത് ബാർ കൗൺസിൽ, യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ്. Income tax, such person has been provided exemption from payment of tax. ആർക്കെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആക്ടിൽ പറഞ്ഞിരിക്കും. ഇപ്പം ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ലോക്കൽ അതൊക്കെയാണ്, കോർപ്പറേഷൻ ബാങ്ക് കമ്പനിയാണ്, അമിതാഭ് ബച്ചൻ ഒരു ഇൻഡിവിജ്വൽ ആണ്. അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും കമ്പനിയാണ്. പിന്നെ ഈ ശ്രീ ഒക്കെ HUF ആണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ്. രണ്ട് എസും വൈയും കൂടെ ചെയ്യുന്നത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. സോ പ്രൊപ്രൈറ്റർഷിപ്പ് വെറും ഇൻഡിവിജ്വൽ ആണ്. പാർട്ണർഷിപ്പ് ബിസിനസ് ഒരു ഫേം ആണ്. ഇനി ഇൻകം, ഈ ക്യാഷ് വേഴ്സസ് കൈൻഡ്. ക്യാഷ് ആയിട്ട് നമുക്കിപ്പോൾ ഞാൻ ഒരു ജോലിക്ക് പോയാൽ എനിക്ക് ക്യാഷ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ ഒരു കൈൻഡ് ആയിട്ട് എനിക്ക് ഫുഡ് ആയിട്ട് തരിക, അല്ലെങ്കിൽ വല്ല മൊബൈലോ ലാപ്ടോപ്പോ കൈൻഡ് ആയിട്ട് കിട്ടുന്ന എല്ലാം നമ്മൾ കൈൻഡ് ആയിട്ട് കിട്ടുന്ന സാധനം മാർക്കറ്റ് പ്രൈസ് ഇട്ട് അല്ലെങ്കിൽ ആ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വെച്ച് അത് ടാക്സ് നമ്മുടെ ഇൻകം ആയിക്കൊണ്ട് ടാക്സ് ചെയ്യും. മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇറലവൻറ്റ്. ഒരു മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇറലവൻറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് സാലറീസും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും ക്യാപിറ്റൽ ഗെയിൻ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റെപ്പും പ്രൊസീജിയറും ഒക്കെ ഉണ്ടല്ലോ. മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇസ് ഇറലവൻറ്റ്. അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡ്സ് ഇറലവൻ്റ് ആയിട്ട് വരുന്നത് PGBPയിലും ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇവരുടെ പ്രശ്നമില്ല. PGBPയും ഇൻകം ഫ്രം അതർ സോഴ്സ് മാത്രമാണ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന മെത്തേഡിന് റിലവൻസി വരുന്നത്. നോഷണൽ ഇൻകം, എ പേഴ്സൺ കനോട്ട് മേക്ക് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ട്രാൻസാക്ഷൻ വിത്ത് ഹിംസെൽഫ്. ഞാനുമായിട്ട് തന്നെ ഒരു ട്രാൻസാക്ഷൻ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഗുഡ്സ് എടുത്ത് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുമ്പോൾ ആ ഒരു വിടുന്നത് വെച്ച് എനിക്ക് അങ്ങനെ പ്രോഫിറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം അത് എൻ്റെ തന്നെ ബ്രാഞ്ചാണ്. ഓക്കെ. സോഴ്സ് ഓഫ് ഇൻകം, ടെമ്പററി സോഴ്സ് പെർമനന്റ് ഉണ്ട്. നമുക്ക് പെർമനന്റ് സോഴ്സ് ഓഫ് ഇൻകം പെർമനന്റ് ജോബും ടെമ്പററി ആയിട്ട് സീസണൽ വർക്ക്സ് ഒക്കെ ആർട്ട്, ക്രാഫ്റ്റ്, മ്യൂസിക് അതൊക്കെ ടെമ്പററി ആണ്. ക്യാപിറ്റലാണ് റവന്യൂ ഉണ്ട്. ക്യാപിറ്റൽ റെസീപ്റ്റ് ഈസ് നോട്ട് ലയബിൾ ടു ടാക്സ് അൺലെസ് ക്യാപിറ്റൽ റെസീപ്റ്റ് ടാക്സ് ഇല്ല, പക്ഷേ ആക്ടിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഉണ്ട്. റവന്യൂ റെസീപ്റ്റ് പ്രത്യേക എക്സംഷൻ ഒന്നുമില്ല. ലോസ്, ഇൻകം നെഗറ്റീവ് ഇൻകം നമുക്ക് വരാം. ലോസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് ഇൻകമാണ്. ഡിസ്പ്യൂട്ടഡ് ഇൻകമാണ്. എന്തെങ്കിലും ടൈറ്റിൽ പ്രോപ്പർ ഇൻകത്തിനെ പറ്റി ടൈറ്റിൽ ഡിസ്പ്യൂട്ട് നടക്കാൻ ഡിസ്പ്യൂട്ടഡ് ഇൻകം ആവും. ലംസം റെസീപ്റ്റ്, ഇൻകം ഇപ്പം നമുക്ക് സാധാരണ സാലറി തരികയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം ഒരു 10,000 സാലറി ആണെങ്കിൽ പെർ മന്ത് ആക്കായിരുന്നു. അല്ലാതെ ഒരു വർഷത്തെ ഒരുമിച്ച് ഇപ്പോൾ ഒരു 12 lakh അങ്ങനെ ഒരുമിച്ചല്ല നമുക്ക് തരുന്നത് അല്ലേ. അല്ലെങ്കിൽ 1,20,000 സോറി 1,20,000 ഒരുമിച്ചല്ല ഒരു വർഷത്തെ ഇൻകം തരുന്നത്. അവർ മാസമായിട്ട് സെപ്പറേറ്റ് ചെയ്താണ് ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ഇൻകം തരുന്നത്. ഒരുമിച്ച് കിട്ടിയാലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയാലും കൺസിഡർ ചെയ്യുന്നത് ഒരുമിച്ചാണ്. റീഇംബേഴ്സ്മെന്റ്, റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസ് ഈസ് നോട്ട് ആൻ ഇൻകം. ചുമ്മാ നമുക്ക് ഞാൻ ഒരു ഓഡിറ്ററായിട്ട് ഒരു സ്ഥലത്ത് പോയി അപ്പോൾ എനിക്ക് അവിടെ പോകുന്നതിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ആ എക്സ്പെൻസ് എനിക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുമ്പോൾ അതിന് ഇൻകം ആയിട്ട് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അത് എന്തൊക്കെയോ അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ നേരത്തെ എനിക്ക് വന്ന എക്സ്പെൻസ് ആണ്. ലീഗാലിറ്റി, ദാറ്റ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ലീഗൽ ഓർ ഇല്ലീഗൽ ഇൻകത്തിനൊന്നുമില്ല. ലീഗൽ ആണെങ്കിലും ഇല്ലീഗൽ ആണെങ്കിലും ടാക്സബിൾ ആണ്. ഇല്ലീഗലിന് പിന്നീടുള്ള കോൺസിക്വൻസസ് വന്നാലും വരും. ഡബിൾ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ട്വൈസ് ആണ്. ഇൻകം ബൈ മ്യൂച്വൽ ആക്ടിവിറ്റി, സം പീപ്പിൾ കോൺട്രിബ്യൂട്ട് ടു കോമൺ ഫണ്ട് and are entitled to participate in the fund, and surplus arises from the fund is contributed and surplus cannot be termed as income. ചില ആൾക്കാർ ജോയിൻ ചെയ്ത് വന്നിട്ട് കുറച്ച് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട് ആക്കിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെറിയ ആ ഗ്രൂപ്പിലുള്ളവർക്ക് ലോൺ കൊടുക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിന് ഇൻകം ആയിട്ടല്ല ഇൻകം ടാക്സ് കാണുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ ചില എക്സംഷൻ ഉണ്ട്. അതായത് ഇൻകം ഡിറൈവ്ഡ് ബൈ ട്രേഡ്, പ്രൊഫഷണൽ, ഇൻഷുറൻസ്, ബിസിനസ് ഓർ ബാങ്കിങ്, കോർപ്പറേറ്റ് സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ ടാക്സബിൾ ആണ്. പിൻ മണി എന്ന് പറഞ്ഞാൽ വൈഫ് പേഴ്സണൽ എക്സ്പെൻസിന് സേവിങ്സ്, ഹസ്ബൻഡ് കഴിഞ്ഞ മണീന് സേവിങ് ചെയ്ത് വെക്കുന്നതാണ്, അത് ടാക്സ് ഇല്ല. അവാർഡ്, ഇപ്പോൾ ഒരു ബെസ്റ്റ് ബിസിനസ് പ്രൊഫഷൻ അവാർഡ് കിട്ടുകയാണെങ്കിൽ ആ അവാർഡിന്റെ പ്രൈസ് ടാക്സബിൾ ആണ്. നോൺ പ്രൊഫഷണൽ പേഴ്സൺ എന്തെങ്കിലും കിട്ടുക 2 പേർക്കും കിട്ടുകയാണെങ്കിലും ടാക്സബിൾ തന്നെയാണ്. എംപ്ലസ്മെന്റ്, എന്തെങ്കിലും തരത്തിൽ മോഷണമൊക്കെ പോവുകയാണെങ്കിൽ അതും മണി എംപ്ലസ്ഡ് ഈസ് എ ഗെയിൻ ടു എംപ്ലസ് ആൻഡ് therefore ഇപ്പോൾ നമ്മൾ മോഷ്ടിച്ചുണ്ടാക്കിയ പൈസയാണെങ്കിൽ പോലും അത് ടാക്സബിൾ ആണ്. കണ്ടിജന്റ് ഇൻകം, എ കണ്ടിജന്റ് ഓർ ആന്റിസിപ്പേറ്റഡ് ഇൻകം ഈസ് നോട്ട് ടാക്സബിൾ. അതായത് നാളെ ചിലപ്പോൾ ഞാൻ കേസ് തോക്കാം,
എന്ന് വിചാരിച്ച് ഞാൻ റിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് തോക്കാനല്ല, ഞാൻ കേസ് ഗെയിൻ ചെയ്യാം, അപ്പോൾ എനിക്ക് കോമ്പൻസേഷൻ ആയിട്ട് 1 lakh കിട്ടുമെന്ന് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇൻകമായിട്ട് എടുക്കാൻ പറ്റില്ല. ആൻറ്റിസിപ്പേഷൻ മാത്രമാണ്. സബ്സിഡി, അസിസ്റ്റൻറ്റ് ഇൻ ദ ഫോം ഓഫ് സബ്സിഡി ഓർ ഗ്രാൻഡ് ഓർ ഡ്യൂട്ടി ഡ്രോബാക്ക് ഓർ വേവർ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കിട്ടുന്നതൊക്കെ. സബ്സിഡി ഇപ്പം നമ്മുടെ ബാക്ക്വേർഡ് ഏരിയയിലൊക്കെ മാനുഫാക്ചറിങ് യൂണിറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഗവൺമെന്റ് നമുക്ക് സബ്സിഡി തരും, അത് ടാക്സബിൾ അല്ല. ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇനി ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ 5 ഹെഡ്സിന് ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് ലാസ്റ്റ് ഡിഡക്ഷൻ ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടും. ഇപ്പോൾ സാലറി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, PGBP ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. ഇതിന് ഡിഡക്ഷൻ ഉണ്ട് സെക്ഷൻ 80C to 80 യൂസ് ചെയ്യാം. റൗണ്ടിങ് ഓഫ് ടോട്ടൽ ഇൻകം നിയറസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ 10. ഇപ്പം 41,650 എന്നാണെങ്കിൽ, അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം സപ്പോസ് 41,644.98 എന്നാണെങ്കിൽ ഇത് നോക്ക്, 4.98 എന്ന് പറഞ്ഞാൽ 5 ആയില്ല. അപ്പോൾ എന്ത് ചെയ്യും? 41640 ഇടും. കാരണം 44.98 5 ആയില്ല. അഥവാ 5 ആണെങ്കിലോ, 5 ആവുകയാണെങ്കിൽ നമ്മൾ 41650 പോകും. 40 കഴിഞ്ഞാൽ 50യിലേക്ക് പോകും. നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10ലേക്കാണ് പോവുക. റൗണ്ടിങ് ഓഫ് ടാക്സ് അങ്ങനെ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ വേഴ്സസ് റവന്യൂ. ക്യാപിറ്റൽ റെസീപ്റ്റ് ഈസ് നോട്ട് ലയബിൾ ടു ടാക്സ് അൺലെസ് ആക്റ്റീവ് പറയുകയാണെങ്കിൽ. റവന്യൂ റെസീപ്റ്റിന് എക്സംഷൻ ഒന്നുമില്ല. എക്സംഷൻ ഉണ്ടെങ്കിൽ അവർ പറയണം. നേച്ചർ ഓഫ് റെസീപ്റ്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് റെസിപ്പിയൻറ്റ്. അപ്പം വേറെ റെസിപ്പിയൻറ്റ് ഒരു ക്യാപിറ്റൽ റവന്യൂ ആണോ എന്ന് നമ്മൾ എന്ത് കിട്ടിയാലും റെസിപ്പിയൻറ്റിനെ ബേസ് ചെയ്താണ് ടാക്സേഷൻ നടക്കുന്നത്. ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ടാക്സ് ചെയ്യുന്നത് റെസിപ്പിയൻറ്റ്, ആർക്കാണ് കിട്ടുന്നത് അവർക്കാണ് ടാക്സിങ് വരിക. ഇൻകം ഫ്രം വേസ്റ്റിംഗ് അസറ്റ്. ഇപ്പോൾ റോയൽറ്റി ആൻഡ് ഫ്രം മൈൻസ് ഈസ് ടാക്സിബിൾ ആസ് ഇൻകം. റോയൽറ്റി കിട്ടുന്നത് ടാക്സിബിൾ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസീപ്റ്റ്, ബിഗ് ആണോ സ്മോൾ ആണോ അതൊന്നും ആ നേച്ചർ ഒന്നും നോക്കൂല. റെസിപ്പിയൻറ്റ് കയ്യിൽ ടാക്സ് ചെയ്യും. ടാക്സ് ടൈമിംഗ് എപ്പോഴാണ് കിട്ടിയ അപ്പോഴാണ് ടാക്സേഷൻ. ക്വാളിറ്റി ഓഫ് റെസീപ്റ്റ്. ഇൻകം ഈസ് റിസീവ്ഡ് വോളണ്ടറിലി അണ്ടർ ലീഗൽ ഒബ്ലിഗേഷൻ. ഇറ്റ് വിൽ നോട്ട് മേക്ക് ഏത് രീതിയിലാണെങ്കിലും അത് ടാക്സബിൾ ആയിരിക്കും. ടെസ്റ്റ് ആസ് ടു പർപ്പസ് ഓഫ് കീപ്പിംഗ് ആൻ ആർട്ടിക്കിൾ. ഇഫ് എ പേഴ്സൺ പർച്ചേസ് പീസസ് സ്ട്രക്ചർ ടു കീപ്പ് ആസ് ഡെക്കറേഷൻ. ഇപ്പോൾ ഞാനൊരു പിക്ചർ വാങ്ങിച്ച് ഡെക്കറേഷനായിട്ട് വെക്കുകയാണെങ്കിൽ എന്നിട്ട് ഡെക്കറേഷനായിട്ട് വെച്ചിട്ട് അത് പിന്നെ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. പക്ഷെ ഞാനൊരു പിക്ചേഴ്സ് വിൽക്കുന്ന ആളാണെങ്കിൽ ഒരു ആർട്ട് അതെനിക്ക് ഒരു റവന്യൂ റെസീപ്റ്റ് ആണ്. എക്സ്പെൻസസ്. എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് അലൗഡ് ആസ് എക്സ്പെൻസ് അൺലെസ് സ്പെസിഫിക്കലി. അത് പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നത് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്നില്ല, അത് അല്ലെങ്കിൽ ആക്ടിൽ പ്രത്യേകിച്ച് പറയുന്നത്. പക്ഷെ റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ ഉണ്ടാക്കാനുള്ള എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അക്വയറിംഗ് അസറ്റ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് എൻഡ്യൂറിംഗ് നേച്ചർ ബ്രിങ്ങിങ് ഇൻ ടു എക്സിസ്റ്റൻസ്. ഒരു ക്യാപിറ്റൽ ഇന്ന് ജീവൻ കൊടുക്കുക അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിനാണ് ക്യാപിറ്റൽ നേച്ചർ എന്ന് പറയുന്നത്, അസറ്റുകളെ കൊണ്ടുവരുന്നത്. അല്ലാത്ത അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പ്രോഫിറ്റ് ഏർണിംഗ് പ്രോസസ്. ഔട്ട്ഗോയിങ് എക്സ്പെൻഡിച്ചർ ഈസ് റിലേറ്റഡ് ടു ക്യാരിങ് ഓൺ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. അപ്പോൾ പ്രോഫിറ്റ് ഏർണിംഗ് പ്രോസസ് എന്നാണ് നമ്മൾ ഔട്ട്ഗോയിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻഗോയിങ്ങും കിട്ടത്തുള്ളൂ. ഒബ്ജക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ. ദ ഒബ്ജക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ വിച്ച് ഹാസ് എംപാക്ട് ഓൺ ദ ബിസിനസ് നേച്ചർ ഓഫ് ട്രേഡ് എക്സെട്ര. ഫിക്സഡ് ക്യാപിറ്റൽ, സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പം an item of disbursement may be regarded as capital nature when it is related to fixed capital, whereas if it is related to circulating capital, stock in trade ഒക്കെ revenue expenditure ആണ്. Expenditure on removing restriction. ഇപ്പോൾ where the assessing has an existing right to carry on business, ആ സമയത്ത് any expenditure made during the course of business for the purpose of removal of any restriction or obstruction or disability would be a revenue account, provided the expenditure does not result in acquisition of any capital asset. അതായത് ഒരു എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ ഒരു ഒബ്സ്ട്രക്ഷൻ മാറ്റാൻ വേണ്ടി കുറച്ച് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്ത് വന്നു. അതിനെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണണമെന്നില്ല. പെട്ടെന്ന് ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻ റിമൂവ് ചെയ്യാനാണ്. പേയ്മെന്റ് മെയ്ഡ് ടു റൈവൽ ഡീലർ to ward of competition.
അപ്പം നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. If expenditure is a part of working expense in the ordinary businessന് വേണ്ടി commercial trading ആണെങ്കിൽ revenue expenditure. If the expenditure incurred for initial outlay for extension of business or substantial replacement equipment, it is a capital expenditure. അപ്പോൾ അത് ഇനിഷ്യൽ ഔട്ട്ലേ അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇനിഷ്യൽ ഔട്ട്ലേ ആണെങ്കിൽ ക്യാപിറ്റലാണ്. പക്ഷേ റണ്ണിങ് ബിസിനസ് എക്സ്റ്റൻഷൻ ചെയ്യുന്നത് റവന്യൂ ആണ്. റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ റെഗുലറായിട്ട് നമുക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് കിട്ടുന്നത് റവന്യൂ അക്കൗണ്ടാണ്. ഓണർ ഇൻകേഴ്സ് എക്സ്പെൻഡിച്ചർ ഓൺ അഡീഷൻ ഇൻ എ ബിൽഡിംഗ് വിച്ച് എൻഹാൻസസ് ഇറ്റ്സ് വാല്യൂ. The expenditure can be capitalized. അപ്പോൾ ഓണർ വീടിന് എക്സ്റ്റൻഷൻ കൊടുത്താൽ ക്യാപിറ്റൽ നേച്ചർ. ബട്ട് ഇഫ് എ ടീനന്റ് വാടകക്കാരൻ എക്സ്പെൻഡിച്ചർ റെന്റൽ മീറ്റിംഗ് റിനോവേഷൻ നടത്തിയാൽ അത് റവന്യൂ നേച്ചറാണ്. ഗുഡ് വിൽ ഓഫ് ദ ബിസിനസ് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഗുഡ് വില്ല് വാങ്ങുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പക്ഷെ എന്തെങ്കിലും ഉപയോഗിക്കാനുള്ള റൈറ്റ് ആണ് നമ്മൾ വാങ്ങണമെങ്കിൽ അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. Expense incurred by the assessee for the purpose of creating, cutting of completing the ടൈറ്റിൽ ഒരു ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനോ ടൈറ്റിൽ റെഡിയാക്കാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പക്ഷെ ഒരു അസറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ബിർള ലിമിറ്റഡ് ഒരു സിമെന്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ അത് പർപ്പസ് അഡീഷണൽ സിമെന്റ് പ്ലാന്റ് വേണം. അതുകൊണ്ട് one of the condition in the agreement that supplier മെഷീൻ സപ്ലൈ ചെയ്യുന്ന സമയത്ത് വിത്തിൻ ടൈമിൽ തന്നില്ലെങ്കിൽ അവർ 5% ആ അസറ്റിൻ്റെ 5% മെഷീനറിക്ക് 5% കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ്. അങ്ങനെ പറ്റിയില്ല, അങ്ങനെ അവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് 8.5 ലക്ഷം കിട്ടി സപ്ലൈയുടെ കഴിഞ്ഞ ടൈമിൽ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് വെച്ചാൽ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. ഈ ലിക്വിഡേറ്റഡ് ഡാമേജസ് കിട്ടുകയാണെങ്കിൽ അത് ഒരു ഓർഡിനറി കോസ്റ്റിലല്ലല്ലോ, ബിസിനസ് അല്ല ലിക്വിഡേറ്റഡ് ഡാമേജസ് കിട്ടുന്നത്. അതുകൊണ്ട് അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഏത് കേസ് CIT വേഴ്സസ് സുഷ്രാത സിമെന്റ് ലിമിറ്റഡ് കേസിലാണ് അത് വരുന്നത്. അടുത്ത ടാക്സ് പ്ലാനിങ്, ടാക്സ് ഇവേഷൻ, ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് പ്ലാനിങ് ടേക്കിംഗ് ഫുൾ അഡ്വാൻറ്റേജസ് പ്രൊവൈഡഡ് ബൈ ദ ആക്ട്, ഫുൾ അഡ്വാൻറ്റേജസ് എടുക്കുന്നതാണ്. അപ്പം അതിന് എന്തെങ്കിലും കൺസെഷൻ അലവൻസ് ഒക്കെ ഉള്ളതെല്ലാം നമുക്ക് എടുക്കാം. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ വേയിലാണ്. ഇതിന്റെ ഡിഫറൻസ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ടാക്സ് അവോയ്ഡൻസ് ബെൻഡിങ് ദ ലോ വിത്തൗട്ട് ബ്രേക്കിംഗ് ഇറ്റ്. അപ്പം ഹെൽബെറിംഗ് വേഴ്സസ് ഗിബോറിയിൽ പറയുന്നത് ദർ ഈസ് നോട്ട് ഈവൻ എ പാട്രിയോട്ടിക് ഡ്യൂട്ടി ടു ഇൻക്രീസ് വൺസ് ടാക്സ്. നമുക്ക് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് ടാക്സ് നമ്മൾ കൂടുതൽ കൊടുക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല. ഇൻലാൻഡ് റവന്യൂ കമ്മീഷണർ ഫിഷർ എന്ന് പറയുന്നത് വിത്തിൻ ദ ലോയിൽ നമുക്ക് എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ബെനിഫിറ്റും നമുക്ക് എടുക്കാം. അവോയ്ഡൻസ് ഓഫ് ടാക്സ് ലയബിലിറ്റീസ് ഓർ അറേഞ്ചിങ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് ദാറ്റ് ആർ ചാർജ് ഓഫ് ടാക്സ് ഡിസ്ട്രിബ്യൂട്ടർ ഈസ് നോട്ട് പ്രോഫിറ്റ്. നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കുന്ന രീതിയിൽ എന്തും ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. അതാണ് CIT വേഴ്സസ് രാമനാഥൻ കോയിൽ പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സ് പ്ലാനിങ്, ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് എവേഷൻ, ടാക്സ് മാനേജ്മെന്റ് ഡിഫറൻസ് ആണ്. ടാക്സ് പ്ലാനിങ് ഇറ്റ് ഈസ് എ വേ ടു റെഡ്യൂസ് ദ ടാക്സ് ലയബിലിറ്റി ബൈ ടേക്കിംഗ് ഫുൾ അഡ്വാൻറ്റേജസ്. ടാക്സ് അവോയ്ഡൻസ് മീൻസ് ഇറ്റ്സ് എക്സൈസ് ബൈ വിച്ച് എക്സൈസ് ലീഗലി ടേക്സ് ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് നമ്മൾ അഡ്വാൻറ്റേജസ് എടുക്കുന്നത്. ടാക്സ് എവേഷൻ ഇല്ലീഗലാണ്. ടാക്സ് മാനേജ്മെന്റ് ഇത് മെയിനായിട്ട് കമ്പനീസും ടാക്സ് പ്ലാനിങ് ഇൻഡിവിജ്വൽസും ആണ് ഉപയോഗിക്കുന്നത്. കംപ്ലൈന്റ് പ്രൊവിഷൻസ് ഓഫ് ലോ. ടാക്സ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ വിത്തിൻ ദ മോറലി നമ്മൾ ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ദ ലോ വിത്തൗട്ട് ബ്രേക്കിംഗ് ഇറ്റ്. ഇത് ഇല്ലീഗലി ആണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ടാക്സ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ടാക്സ് പ്ലാനിങ് ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചറാണ്, ഫ്യൂച്ചർ പോസിറ്റീവ് ഇൻ നേച്ചറാണ്. പക്ഷെ അതുപോലെ തന്നെ ടാക്സ് അവോയ്ഡൻസ് എന്താണ്, ലൂപ്പ് ഹോളിനെ നമ്മൾ ഉപയോഗിച്ച് അതപ്പം വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഗവൺമെന്റ് കറക്റ്റ് ചെയ്തല്ലെങ്കിൽ കോസ് ചെയ്ത് കളയാം. പക്ഷെ ഈ ടാക്സ് എവേഷൻ ഫുള്ളി ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. ഈ കറക്റ്റായിട്ട് നമ്മൾ റിട്ടേണൊക്കെ ഫയൽ ചെയ്ത് തെറ്റൊക്കെ തിരുത്തി പോകുന്നതാണ് ടാക്സ് മാനേജ്മെന്റ്. ടാക്സ് പ്ലാനിങ് ഒരു ലോങ് റണ്ണിങ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ചെറിയ ഫോംസ് ചെയ്യുന്നതാണ്. ടാക്സ് അവോയ്ഡൻസ് ഷോർട്ട് റണ്ണിലേ നടക്കത്തുള്ളൂ, അപ്പോൾ വേണമെങ്കിലും ലൂപ്പ് ഹോൾ അടച്ചു കിട്ടാം. ടാക്സ് എവേഷൻ പെനാൽറ്റി ഉണ്ടാവും. ടാക്സ് മാനേജ്മെന്റ് നമുക്ക് പെനാൽറ്റി ഇൻട്രസ്റ്റ് ഒക്കെ പ്രോസിക്യൂഷൻ ഒന്നും വരാതെ നമ്മൾ അതൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മളെ രക്ഷിക്കും.
ടാക്സ് പ്ലാനിങ് യൂസസ് ബെനിഫിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ടാക്സ് അവോയ്ഡൻസ് ലൂപ്ഹോൾസും ടാക്സ് ഏവിയേഷൻ ഓവർറൂൾസും ടാക്സ് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ലോ തന്നെയാണ് ചെയ്യുന്നത്. ടാക്സ് പ്ലാനിങ് എപ്പോഴും ടാക്സ് സേവിങ് ആണ്. ടാക്സ് അവോയ്ഡൻസ് ഒരു ഹെഡ്ജിങ് ആണ്. ടാക്സ് എവേഷൻ ടാക്സ് കൺസീൽമെന്റ് ആണ്. ടാക്സ് മാനേജ്മെന്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ടാക്സ് പ്ലാനിങ് ഡിസൈറബിൾ ആണ്. ടാക്സ് അവോയ്ഡൻസ് അവോയ്ഡബിൾ ആണ്. ടാക്സ് എവേഷൻ ഒബ്ജക്ഷണബിൾ. ടാക്സ് മാനേജ്മെന്റ് എസെൻഷ്യൽ. ഈ ആദ്യത്തെ ടാക്സ് മാനേജ്മെന്റ് മോറൽ ആണ്. പ്ലാനിങ് മോറൽ ആണ്. മാനേജ്മെന്റ് ഡ്യൂട്ടി ആണ്. ടാക്സ് എവേഷൻ കുറച്ച് ഇമ്മോറൽ ആണ്. ടാക്സ് എവേഷൻ ഫുള്ളി ഇല്ലീഗൽ ആണ്. ഡൈവേർഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. ഡൈവേർഷൻ പറഞ്ഞാൽ നമുക്ക് അസസിയുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടുന്നതാണ്. അത് ടാക്സബിൾ അല്ല. അതായത് ബുക്ക് പബ്ലിഷർ റോയൽറ്റി 6 lakhs എയുടെ കയ്യിൽ കൊടുത്തു. അതായത് 2 lakh വെച്ച് 3 പേർക്കുള്ളത് എല്ലാം കൂടെ എയുടെ കയ്യിൽ കൊടുത്തു. ചിലപ്പോൾ വേറെ ഇൻകം ഒന്നും കാണില്ല. അത് കൊണ്ടുപോയിട്ട് പിന്നെ ബിക്കും സിക്കും കൊടുക്കണം. അപ്പൊ അവിടെ വരുന്നത് ബിക്കും സിക്കും എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഡൈവേർഷൻ വന്ന് വാങ്ങിച്ച് അപ്പൊ അവിടെ ഡൈവേർഷൻ വരുമ്പോൾ ഇറ്റ് നോട്ട് ടാക്സിബിൾ ആവുകയാണ്. ആപ്ലിക്കേഷൻ ഇൻകം എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ആൻഡ് ഒബ്ലിഗേഷൻ. ഇൻകം അസസിയുടെ കയ്യിൽ എത്തിയിട്ടാണ് അത് മറ്റു സ്ഥലങ്ങളിലേക്ക് അത് പോകുന്നത്. അടുത്ത നമ്മുടെ ടാക്സ് സ്ലാബ് ആണ്. ടാക്സ് സ്ലാബിൽ അസസ്മെന്റ് ഇയർ 2020-21 രണ്ട് ഇതാണുള്ളത്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. പുതിയ സ്ലാബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓൾഡ് എക്സിസ്റ്റിംഗ് സ്ലാബ് തന്നെ ഉപയോഗിക്കാം. ഇപ്പൊ സൂപ്പർ സീനിയർ സിറ്റിസൺസ് ഉണ്ട്, അതായത് 80+. അப்புறம் 5 lakh വരുന്നില്ല. 5 lakh to 10 lakh 20%, 10 lakh and above 30%. ഇനി 60+ ഉള്ളവർക്ക് എങ്ങനെയാണ്? 3 lakh വരുന്നില്ല. 3 to 5 5%, 5 to 10 20%, 10 lakh and above 30%. ഇനി സാധാരണ ചെറുപ്പക്കാർക്കുള്ളത് അത് അപ് ടു 59 വരെ ഉള്ളവർക്ക് 2,50,000 2,50,000 to 5 lakh 5%, 5 lakh to 10 lakh 20%, 10 lakh and above 30%. റീബേറ്റ് ഇപ്പൊ 5 ലക്ഷത്തിൽ താഴെയാണ് അവരുടെ ഇൻകം എങ്കിൽ നമുക്ക് റീബേറ്റ് കിട്ടും. ഫുൾ ടാക്സ് അല്ലെങ്കിൽ 12,500 റീബേറ്റ് കിട്ടും. അതുപോലെ ഇപ്പൊ അസസി 4,90,000 ആണ്. അപ്പൊ 4,90,000 ആണ് ഒരു ആളുടെ ഇൻകം എങ്കിൽ അയാളുടെ ടാക്സ് 12,000 ആണ്. അപ്പൊ അതെങ്ങനെ കണ്ടുവന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെ കണ്ടുവന്ന് വെച്ചാൽ ആദ്യത്തെ 2.5 ലക്ഷം വരെ നീല്. അത് കഴിഞ്ഞ് 2.5 മുതൽ 5 ലക്ഷം വരെ എന്ന് പറയുമ്പോൾ എത്ര ഡിഫറൻസ്? 2.5 ലക്ഷം. ആ 2.5 ലക്ഷത്തിന്റെ 5% എന്ന് പറഞ്ഞാൽ 12,500 അല്ലേ? പിന്നെ എല്ലാ സ്ലാബിൽ എന്താ പറയുന്നത്? 2 lakh to 5 lakh, 5 lakh above 5%, 5 lakh to 10 lakh എത്രയാണ്? 20%. 10 lakh to above ആണെങ്കിൽ 30%. ഇങ്ങനെയാണ് സ്ലാബ് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് കാണേണ്ട ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? 4,90,000 എന്നാണ് പറയുന്നത്. ഓക്കെ, 4,90,000. അപ്പൊ നമ്മൾ എങ്ങനെ കാണും? ആദ്യത്തെ 2,50,000 നീല്. പിന്നെയുള്ള 2,50,000 മുതൽ 4,90,000 വരെ. അപ്പൊ ആ ഡിഫറൻസ് എത്രയാണ്? അറ്റ് ദ റേറ്റ് ഓഫ് 5%. ഡിഫറൻസ് എത്രയാണ്? 4,90,000 മൈനസ് 2,50,000 5% എന്ന 12,000 ആണ് ടാക്സ്. ഓക്കെ, അപ്പൊ ഇത് റീബേറ്റ് 100 കിട്ടും. കാര്യം 100% ടാക്സ് ലയബിലിറ്റി 12,000 or 12,500 വിച്ച് എവർ ഇസ് ലോ. അങ്ങനെയാണ് ഇവർ റീബേറ്റ് 12,000 വന്നത്. അതുപോലെ നമുക്ക് ഓരോന്ന് അങ്ങനെ കാണാം. അടുത്തത് സർചാർജ്. 50 lakhs വരെയാണെങ്കിൽ നില്ല്. 50 lakhs to 1 crore, individuals and 10%, 1 crore to 2 crore 15%, 2 crore to 5 crore 25%, 5 crores and above 37%. അപ്പം സർചാർജ് ഹയർ ദാൻ 15% is applicable only on tax on income other than dividend income മാത്രമാണെങ്കിൽ ആയിട്ട് നമുക്ക് ഇത്രയും എമൗണ്ട് കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് 37 25 വേണ്ട 15 കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് സർചാർജിന്റെ ടേബിള്.
ടാക്സ് സർചാർജുകൾ കണ്ടുപിടിച്ചിട്ടാണ് എഡ്യൂക്കേഷൻ സെസ് 4% എടുക്കുന്നത്. അടുത്ത നമ്മൾ മാർജിനൽ റിലീഫാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാണ് സ്ലാബ് വെച്ച് നമ്മൾ ഇൻകം ടാക്സ് കണ്ടുപിടിച്ച് ടോട്ടൽ ടാക്സ് എഴുതും. എന്നിട്ട് ഇപ്പൊ റീബേറ്റ് ഈ കേസിലില്ല. കാര്യം ഇവിടുത്തെ ഒക്കെ എമൗണ്ട് 5 ലക്ഷത്തിന് 49 ലക്ഷം, 50 ലക്ഷത്തിന് 10,000, 60 ലക്ഷം ആയതുകൊണ്ട് റീബേറ്റ് ഇല്ലാതെ നില്ല് വന്നത്. അപ്പൊ നമുക്ക് കിട്ടി. സർചാർജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിൽ 50 ലക്ഷം ആണല്ലോ നമ്മുടെ ഇവിടെ 50 ലക്ഷം, നോട്ട് എക്സീഡ് 50 lakhs ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഫസ്റ്റ് കേസിൽ സർചാർജ് ഇല്ല. സെക്കൻഡ് കേസിൽ അത് 50 lakhs 50 lakh 10,000 ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം. അതുകൊണ്ടാണ് സർചാർജ് 50 lakhs മുകളിലുള്ളത് കൊണ്ടാണ് ഈ കണ്ടുപിടിച്ച ടാക്സിന്റെ 10% ടാക്സ് വന്നത്. ഇതിന് 10% ടാക്സ് വന്നു. അപ്പൊ ഇതിന് അതും കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ടാക്സും സർചാർജും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കിട്ടും. ഇനി മാർജിനൽ റിലീഫ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അതായത് കണ്ടുപിടിച്ച കാൽക്കുലേറ്റർ സർചാർജ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എടുക്കാം 131,550. അപ്പോൾ കണ്ടുപിടിച്ച കാൽക്കുലേറ്റർ 131,550 മൈനസ് 70% ഓഫ് ഇൻകം എത്രയാണ്? സെക്കൻഡ് കേസിൽ ഇൻകം 50 lakh 10,000. 50 lakh 10,000 മൈനസ് 50 lakh. അപ്പോൾ ലിമിറ്റ് ഇവിടെ 5 lakh. അപ്പോൾ 1 crore ആണ്. ഏതാണെന്ന് വെച്ചാൽ ലിമിറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. അത് ഫോർമുലയിൽ അതനുസരിച്ച് മാറ്റണം. അപ്പോൾ ആൻസർ പോസിറ്റീവ് കിട്ടണം. എങ്കിൽ മാത്രം ആ കിട്ടുന്നതാണ് മാർജിനൽ റിലീഫ്. അങ്ങനെയാകുമ്പോൾ 131,550 മൈനസ് 70% ഓഫ് 10,000. 5 lakh minus 5 lakh 10,000, 50 lakh 10,000 minus 50 lakh 10,000. അപ്പോൾ 131,550 മൈനസ് 7,000 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 131,550 മൈനസ് 7,000 എന്ന് പറഞ്ഞാൽ 124,550. അപ്പൊ അതായിരിക്കും അതിന്റെ മാർജിനൽ റിലീഫ്. 124,550 ആണ് മാർജിനൽ റിലീഫ് ആയിട്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച ടാക്സ് ആൻഡ് സർചാർജ് എന്ന് പറയുന്ന ഈ ടോട്ടൽ ഉണ്ടല്ലോ, ഈ ടോട്ടലിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് ആ കുറച്ച് 124,550 മാർജിനൽ റിലീഫ് ആയിട്ട് അപ്പോൾ ടോട്ടലിൽ അത് കുറച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ആണ് 4% എഡ്യൂക്കേഷൻ സെസ് വരുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് റൗണ്ട് ഓഫ് ചെയ്ത് ടാക്സ് അടയ്ക്കണം. ഇനി LLP പോലെയുള്ള ഒക്കെ ആണെങ്കിലും LLP അല്ലെങ്കിൽ ഫേം ഇവർക്കൊക്കെ സ്ട്രേറ്റ് 30%. 1 crore മുകളിലുണ്ടെങ്കിൽ സർചാർജ് 12% വരും. ലാസ്റ്റ് 4%. ഇതേ പ്രൊസീജിയർ തന്നെ. കമ്പനീസ്, ഡൊമസ്റ്റിക് കമ്പനിയിൽ പ്രീവിയസ് ഇയർ 2018-19 400 crores താഴെ ടേൺ ഓവർ ഗ്രോസ് റെസീപ്റ്റ് ഉള്ളവർക്ക് 25%, മറ്റുള്ളവർക്ക് 30%, ഫോറിൻ കമ്പനിക്ക് 40%. ഈ കമ്പനീസ് സർചാർജ് ഉണ്ട്. 10 crores മുകളിൽ പോയാൽ 12%, 5% ഫോർ ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി. 1 crore 10 crore ഇടയ്ക്ക് 7%, 2%. 1 crore ബിലോ ആണെങ്കിൽ നില്ലാണ്. മാർജിനൽ റിലീഫിന് നേരത്തെ പറഞ്ഞ നമ്മൾ കണ്ട ഫോർമുലയിൽ ഈ സർചാർജിന്റെ ലിമിറ്റിന്റെ ഇത് മാറ്റിയിട്ട് ചെയ്യുക. ഇതാണ് ഈസി ഫോർമുല. അപ്പം എഡ്യൂക്കേഷൻ സെസ്സും കൊടുക്കണം. അതാണ്. താങ്ക് യു.